പോൽക്ക ഹൈസ്കൂളിലെ ടീച്ചർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദശാംശ സംഖ്യ എന്ന് പറഞ്ഞാൽ ഡെസിമൽ ഫോംസ്, ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ ദശാംശ സംഖ്യകളും ഡെസിമൽ ഫോം എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. 6ാം ക്ലാസ്സിലൊക്കെ അത് വിശദമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ വൃത്തിയിൽ നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 6ാം ക്ലാസ്സിൽ പഠിച്ച, അതായത് UP സ്കൂളിൽ പഠിച്ച ദശാംശ സംഖ്യയെ പറ്റിയുള്ള വ്യക്തമായ ഒരു ധാരണ ഇപ്പോൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലായാൽ മാത്രമേ ഈ ചാപ്റ്റർ വൃത്തിയിൽ മനസ്സിലാവൂ. 9ാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ്. ഒരു ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാനൊന്ന് വ്യക്തമാക്കിയിട്ട് ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ വൃത്തിയിൽ പറഞ്ഞു തരാം. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് നോട്ട്ബുക്ക് എടുത്തിട്ട് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നോട്ട് തയ്യാറാക്കി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് തയ്യാറാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ ദശാംശം എന്ന് പറയുന്ന ഡെസിമൽ ഫോം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താ? ഞാൻ ജസ്റ്റ് ഒരു 3 എന്ന് പറയുന്ന നമ്പർ ഇവിടെ എഴുതുകയാണ്. 3 എന്ന് എഴുതാം. 3 എന്ന് പറയുന്ന ഈ നമ്പർ നമ്മൾ മനസ്സിൽ വരുമ്പോൾ അതിൻ്റെ വേറൊരു ഫോമും കൂടി നമ്മൾ തൽക്കാലം ഉണ്ടാക്കും. 3 എന്ന് പറയുമ്പോൾ 3.0000 എന്ന് എത്ര വേണമെങ്കിൽ എഴുതാൻ പറ്റും. അതേപോലെ ഇങ്ങോട്ടേക്കും എത്ര 0 വേണമെങ്കിലും എഴുതാൻ പറ്റും. ഇങ്ങനൊരു ഫോം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. 3 എന്ന് പറയുമ്പോൾ 3.000 എത്ര വേണമെങ്കിൽ എഴുതാം. ഇങ്ങോട്ടേക്ക് നമുക്ക് എത്ര 0 വേണമെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, ഇനി 15 എന്ന് പറയുമ്പോൾ 15.000 എത്ര വേണമെങ്കിൽ എഴുതാം. അതേപോലെ ഇങ്ങോട്ടേക്ക് നമുക്ക് എത്ര 0 വേണമെങ്കിലും ചേർത്താൻ പറ്റും. പോയിന്റ് ഡെസിമല് ദശാംശം ഇടണം. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എത്ര പോയിന്റ് ഉണ്ടാവും. ഇതൊരു ബേസിക് കൺസെപ്റ്റ് ആണ്. നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയാണ്. ഓക്കെ, ഇനി 125 എന്ന് പറയുന്ന നമ്പർ 125. അപ്പൊ 125 ശേഷം പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര 0 വേണമെങ്കിലും ഇടാൻ പറ്റും. അതുപോലെ ഇങ്ങോട്ടേക്കും എത്ര 0 വേണമെങ്കിലും ഇടാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടാക്കുക. അപ്പൊ ഒരു സംഖ്യ എന്ന് പറയുന്നത് ആ സംഖ്യക്ക് തൊട്ടപ്പുറം, അതായത് വൺസ് പ്ലേസ് എന്ന് പറയും, ഒറ്റയുടെ സംഖ്യ, ഒറ്റയുടെ സ്ഥാനം, അതിന് ശേഷം നമുക്ക് പോയിന്റ് ഇട്ടാൽ എത്ര 0 വേണമെങ്കിലും ചേർക്കാം. അതുപോലെ ബാക്കോട്ട് നമുക്ക് എന്ത് ചെയ്യാം? എത്ര 0 വേണമെങ്കിലും ചേർക്കാം. ഈ ഒരു കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കുക. എന്നാൽ വലിയ പ്രയാസമില്ലാതെ തന്നെ ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകാം. പ്രയാസമില്ല. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് 3/10, 3/10. 3/10 എന്ന് പറയുന്ന ഭിന്നസംഖ്യ എങ്ങനെയാണ് ദശാംശ രൂപത്തിലിരുന്നത്? എങ്ങനെയാണ് 3/10 എന്ന് പറയുന്ന ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തത്? ഇത് അറിയുന്ന കാര്യമാണ്. പറയാം. 3/10 എന്ന് പറയുമ്പോൾ ഛേദം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 10, 100, 1000, 10,000 അങ്ങനെയാണെങ്കിൽ, അതായത് 10ന്റെ പവേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു എളുപ്പവിദ്യയുണ്ട്. 10ന്റെ കൃതികളാണ് ഛേദമെങ്കിൽ ഒരു എളുപ്പവിദ്യയുണ്ട്. എന്താണ് ഈസി മെത്തേഡ്? എന്താ? 3 നമ്മൾ 10 കൊണ്ട് ഹരിച്ചു പോകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാം. ഓക്കെ, 3/10 എന്ന് പറയുമ്പോൾ 10ൽ എത്ര 0 ഉണ്ട് നോക്കുക. 10ൽ എത്ര 0 ഉണ്ട്? ഒരു 0 അല്ലേ? 10ൽ ഒരു 0 ആണ്. അങ്ങനെ ആകുമ്പോൾ 3/10 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, 3 എന്ന് പറയുന്നത് 3.000 ഇങ്ങോട്ടേക്കും എത്ര 0 വേണമെങ്കിലും ഇടാലോ. കിട്ടും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമല്ലേ? അങ്ങനെ നോക്കുമ്പോൾ 3/10നെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ 3/10 എന്ന് പറയുമ്പോൾ 10ൽ എത്ര 0 ഉണ്ട്? ഒരു 0. അപ്പൊ ഈ പോയിന്റ് ഈക്വൽ ടു ഇടുമ്പോൾ പോയിന്റ് ഒരു സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറും. അപ്പൊ ഈ പോയിന്റ് ഇവിടുന്ന് എങ്ങോട്ടേക്ക് ചാടും?
ഇവിടത്തേക്ക് ചാടണം. അപ്പൊ ആൻസർ എത്രയാ? 0.3 എന്ന് മതി. 0.3 0.3 എന്ന് മതി. ബാക്കി അങ്ങോട്ടുള്ള സീറോയുടെ ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ആൻസർ ആക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ആൻസറിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 3/10 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 0.3 0.3 ആണ്. എങ്ങനെ കിട്ടി? യെസ്, ഒന്നുകൂടെ പറയാം. 3/10 നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെസിമൽ ഫോമിലേക്ക്, ദശാംശ രൂപത്തിലേക്ക് മാറ്റുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം എന്താ? 3 എന്ന് പറയുന്നതിന്റെ ഡെസിമൽ ഇവിടെയാണ് വരിക അല്ലെ? 3ന് ശേഷം, തൊട്ട് ശേഷം. അപ്പൊ ഒരു സ്ഥാനം ബാക്കോട്ട് ചാടണം. പോയിന്റ് 10 കൊണ്ട് ഹരിക്കുമ്പോൾ 10 എത്ര സീറോ ഉണ്ട്? 1 0. അപ്പൊ ഒരു സ്ഥാനം ബാക്കോട്ട്. 10 എത്ര 0 ഉണ്ട്? 1 0. അപ്പൊ ഒരു സ്ഥാനം ബാക്കോട്ട് ചാടും, ഒരു പ്ലേസ് ബാക്കോട്ടേക്ക് വരും. സോ ഈക്വൽ ടു ഇവിടെ വരും, ഈ പോയിന്റ് ഇങ്ങോട്ട് വരുമ്പോൾ 0.3 എന്ന് ആൻസർ. ഓക്കെ ആണോ? എന്നാ വേറെ ക്വസ്റ്റ്യൻ പറയാം. 15/100. നമ്മൾ ഇവിടെ ഇപ്പം തൽക്കാലം സ്റ്റാർട്ടിങ്ങിൽ ഈ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിനോമിനേറ്റർ 10, 100, 1000 ആയ നമ്പേഴ്സ് ആണ്. ഛേദം 10, 100, 1000. അതായത് 10ന്റെ ഗുണിതങ്ങളായത് മാത്രം, 10ന്റെ കൃതികൾ. 10ന്റെ ഗുണിതമല്ല, 10ന്റെ കൃതികൾ. ഓക്കെ, 10, 100, 1000, 10,000 അങ്ങനെ. ഗുണിതം എന്ന് പറയുമ്പോൾ 10ന്റെ ഗുണിതം 20 വരും, 30 വരും, 40 വരും. നമ്മൾ കുറച്ച് പേര് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ന്റെ കൃതികളാണ്, പവേഴ്സ് ഓഫ് 10. സോ 10, 100, 1000 അങ്ങനെ. അപ്പൊ ഇത് ഓക്കെ ആണല്ലോ. അങ്ങനെയാണോ 15/100 എന്താ വരിക? 15/100 എന്താ വരിക? 100 എത്ര സീറോ ഉണ്ട്? എത്ര 0 ഉണ്ട്? 2 0. അപ്പൊ ഹരിക്കുന്ന സമയത്ത് 2 0 ബാക്കോട്ടേക്ക് ചാടും, പുറകോട്ടേക്ക്. സോ ഇവിടെ 15 ആണ്. അപ്പൊ 15 ഇവിടെ എഴുതുന്നു. 15 തൊട്ട ശേഷമാണ് എന്ത് ചെയ്യുക? 5 തൊട്ട ശേഷമാണ് എന്ത് വരിക? ഡെസിമൽ പോയിന്റ് വരും അല്ലേ? അപ്പൊ ഇവിടെയാണ് പോയിന്റ് വരിക, ഡെസിമൽ വരിക. അപ്പൊ എത്ര സ്ഥാനം ചാടാനുണ്ട്? 2 സ്ഥാനം ചാടാനുണ്ട്. സോ 1, 2. അപ്പൊ ഡെസിമൽ എവിടെ വരും? വേണമെങ്കിൽ മുന്നേ ഒരു സീറോ ചേർക്കാം, ആവശ്യമില്ല, വേണമെങ്കിൽ ചേർക്കാം. സോ 0.15. അങ്ങനെ പറയുമ്പോൾ സുഖമുണ്ടോ? 0.15 0.15 രസമുണ്ട്. ഓക്കെ, അതാണ്. സോ 0.15. സോ 15/100 എന്ന് പറയുന്നത് 100ന് 2 സീറോ ഉണ്ട്. അപ്പൊ 2 പ്ലേസ് ബാക്കോട്ട് ചാടണം. സോ 15 തൊട്ട് ശേഷമാണ് പോയിന്റ് വരിക. ആ പോയിന്റ് ആണ്, ഡെസിമൽ ആണ്, ബാക്കോട്ട് മാറുന്നത്. സോ 1, 2 0.15 എന്ന്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ. 23 divided by 1000. 23 divided by 1000. സോ 1000 എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് അല്ലേ? 3 0 അല്ലേ? ഓക്കെ, അപ്പൊ 3 സ്ഥാനം ബാക്കോട്ട് മാറണം. ഇവിടെ ഓൾറെഡി എത്ര ഉള്ളൂ? 23, 23 ആണ് അല്ലേ? ഓക്കെ, അപ്പൊ 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് പോയിന്റ് വരിക. അപ്പൊ എത്ര സീറോ ഉണ്ട്? 3 സീറോസ്, 3 0. അപ്പൊ 3 സ്ഥാനം ബാക്കോട്ട് ചാടും. സോ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഒരു സീറോ ഇട്ടിട്ട് ഒരു ഡെസിമൽ ഇടാം. ഇനി വേണമെങ്കിൽ മുന്നേ ഒരു സീറോ ചേർക്കാം. അപ്പൊ 0.023. ഇവിടെ ഇങ്ങനെ 3 സീറോ എങ്ങനെ വന്നത്? സോറി, 3 പോയിന്റ് അങ്ങനെ ഡെസിമൽ ദശാംശം എങ്ങനെ 3 സ്ഥാനം എങ്ങനെ വന്നു? 1000ൽ എത്ര 0 ഉണ്ട്? 3 0. അപ്പൊ 3 സ്ഥാനം ബാക്കോട്ട് ചാടണം. പക്ഷെ ഇവിടെ ചാടി കഴിഞ്ഞ് 2 സ്ഥാനം മാത്രമേ ചാടാനുള്ളൂ. പക്ഷെ നമുക്കറിയാം എത്ര സീറോ വേണേ ഇങ്ങോട്ട് ഇടാം. അപ്പൊ 1, 2 0 എഴുതിയിട്ട് ഇങ്ങോട്ട് ചാടിക്കുക. അപ്പൊ 0.023. ഓക്കെ, രാസല്ലോ. ഇതാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച, UP ക്ലാസ്സിൽ പഠിച്ച കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ 9th ഫസ്റ്റ് എക്സസൈസ്. ഓക്കെ, ആ ഫസ്റ്റ് എക്സസൈസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് പിന്നെ 3/20 ആണ്. 3/20 എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഒരു മെത്തേഡ് 3നെ 20 ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി, പ്രശ്നമല്ല. ഇപ്പൊ 3 divided by 20 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ദശാംശം കിട്ടും. അതൊരു മെത്തേഡാണ്. അല്ലാതെ വേറെ കുറച്ചും കൂടി എന്താ പറയാ, സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ഡിവിഷൻ നല്ല സ്പീഡിലെ കുട്ടിക്ക് അതായിരിക്കും സിമ്പിൾ.
അല്ലേ? ഇതൊരു വേറെ മെത്തേഡാണ് ഞാൻ പറയുന്നത്. ചില കുട്ടികൾ ഇതായിരിക്കും സിമ്പിൾ, രണ്ടും അറിഞ്ഞിരിക്കണം. ഡിവിഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഇപ്പൊ ഒരു ഡിഫറെന്റ് ആയിട്ട് മെത്തേഡൊക്കെ പറയാം. സോ 3/20 ഇതിനെങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം, ദശാംശ രൂപത്തിലേക്ക് മാറ്റാം. അപ്പൊ ഇവിടെ 20 ആണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ്? 10ന്റെ കൃതികളാണ്, 10ന്റെ പവേഴ്സ് ആണ്. 10, 100, 1000 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? 20 ആണ്. ഓക്കെ, അതങ്ങനെ ചെയ്യും. സോ 3/20 എങ്ങനെയാണ് 10ന്റെ പവറാക്കി മാറ്റുക? 10ന്റെ കൃതികളാക്കി എങ്ങനെ ഏതെങ്കിലും ഒരു കൃതി, 10ന്റെ ഏതെങ്കിലും ഒരു കൃതിയാക്കിയിട്ട് 20 എങ്ങനെ ചെയ്യാൻ പറ്റും? എന്താ ശരി? 20 എന്ന് പറയുന്നത് നമുക്കറിയാലോ 2 × 10 അല്ലേ? 2 × 10 അല്ലേ 20? ഞാനൊരു സ്പേസ് ഇട്ടേ അല്ലേ, ഒരു സ്ഥലം വിട്ടൂല്ലേ, അവിടെ എനിക്ക് ഒരു സംഖ്യ എഴുതാനുണ്ട്, അതാണ് ഞാൻ സ്ഥലം വിട്ടത്. ഈ എഴുതിയ മിസ്റ്റേക്ക് ഇല്ലല്ലോ. 3/20 എന്ന് പറഞ്ഞാൽ 3/2 × 10 എന്ത് തന്നെയാണ്? 20 തന്നെയാണ്. ഇപ്പൊ പ്രയാസമില്ല, ശരിയാണ്. പക്ഷെ ഞാൻ ഇവിടെ സ്പേസ് ഇട്ടത് ഈ 2നെ എങ്ങനെ 10ഓ 100ഓ 1000ഓ ആക്കി മാറ്റാൻ പറ്റും? 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലർ ആണ്? 10ന്റെ ഏറ്റവും ചെറിയ കൃതി, 10ന്റെ ഏറ്റവും ചെറിയ പവർ എങ്ങനെ കിട്ടും? സിമ്പിൾ. 2 × 5 എത്രയാ? 10. 2 × 2 4, 2 × 3 6, 2 × 4 8, 2 × 5 10. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഡിനോമിനേറ്റർ മാത്രം 5 കൊണ്ട് മൾട്ടിപ്ലൈ പോരാ. എന്നാൽ ഛേദത്തിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അംശത്തിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ വേലിയിൽ വ്യത്യാസം വരില്ല. ഇതൊക്കെ പഠിച്ചതല്ലേ? ഓക്കെ, അപ്പോൾ ഈ 5നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് അംശത്തിനെയും ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം പ്രയാസം. സോ ഞാൻ ചെയ്ത കാര്യം 20യെ 2 × 10 മാറ്റി എഴുതി. ഇവിടെ 5 വരാനുള്ള കാരണം എന്തിനാണ് 5 എഴുതിയത്? 2 × 5 10 ആണ്. അത് അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതിന് പോകുന്ന ഒരു വാല്യൂ ആണ്, എന്നാ ക്ലിയർ ആവും എന്തിനാണ് 5 എടുത്തത്. ഈ 5 കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? അംശത്തിലേക്ക് വിളിക്കുന്നു, ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ആണ്. ഈക്വൽ ടു 3 × 5 15. 2 × 5 എത്രയാ? 2 × 5 എത്രയാ? 2 5 എത്രയാ? 10. 10 × 10 100. 10 × 10 100. 2 × 5 10. 2 × 5 10. 10 × 10 100. അപ്പൊ 15/100 കിട്ടി. ഇനി സിമ്പിളാണ്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ? 15/100 എന്ന് പറഞ്ഞാൽ 100 എത്ര 0 ഉണ്ട്? 100 എത്ര 0 ഉണ്ട്? 2 0. അപ്പോൾ ഈ 2 0 എന്ന് പറയുമ്പോൾ ഡെസിമൽ 2 സ്ഥാനം ബാക്കോട്ട് ചാടണം. 2 സ്ഥാനം ബാക്കോട്ട് ചാടണം എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 15 ആണ്. 15 ശേഷമാണ് എവിടെയാണ് പോയിന്റ് വരാം. അപ്പൊ 2 സ്ഥാനം ബാക്കോട്ട് ചാടണം. സോ 1 2. അപ്പൊ ആൻസർ എന്താ വരിക? വേണമെങ്കിൽ ഒരു 0 ഇടുക. സോ 0.15 0.15. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായിട്ടാവൂലേ അല്ലേ? ഒന്നും കൂടി വേഗം പറയാം. 3/20 ആണ്. 20യെ 10ന്റെ ഒരു പവർ 10ന്റെ പവറാക്കി മാറ്റണം. ഏറ്റവും ചെറിയ പവറാക്കി, 10ന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പവറാക്കി മാറ്റണം. അങ്ങനെയാകുമ്പോൾ 20 എന്ന് പറയുമ്പോൾ 2 × 10 ആക്കി 2 ആക്കി മാറ്റി സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ കാരണം എന്താ? 2 × 5 10 ആണ്, വേറൊരു 10ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ കിട്ടുന്നതുകൊണ്ട് 2 × 5 എഴുതി. അതേ 5 കൊണ്ട് ന്യൂമറേറ്റർ അംശത്തിനെയും വിളിച്ചു. ഇനി 3 × 5 എത്രയാണ്? 15 divided by 2 × 5 10, 10 × 10 100. സോ 15 എന്ത് കിട്ടുന്നു? 0.15 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? പ്രശ്നമുണ്ടോ? ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാം, അതാകുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് 3/40. ഇത് ടെക്സ്റ്റിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 3/40 3/40. ഇതിനെങ്ങനെ ഇതുപോലെ മാറ്റാം? ഇതേ അടിവെച്ചാണ് എങ്ങനെ മാറ്റാം? നമ്മൾ ആലോചിച്ചു. നമ്മൾ 3 എന്ന് എഴുതുന്നു, ഡിവൈഡ് ബൈ 40 എങ്ങനെ എഴുതാം? നമ്മൾ തൊട്ട് മുന്നേ 20നെ 2 × 10 എഴുതിയില്ലേ? അതുപോലെ 40 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 10 എഴുതാം. ഒരു
4 into 10 എന്താണ്? 40 ആണ്. ഇനി ഇവിടെ ഏത് നമ്പർ എഴുതും? 10ന്റെ ഒരു പവർ കിട്ടും. ഏതാ സംഖ്യ വരും? 4 into ഏതൊരു നമ്പർ 10 വരുമോ? ഇല്ല. 4 into 2 8, 4 into 3 12 ആയിട്ട്. 10 ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത് 100 ആണ്. 100 ആക്കാൻ പറ്റും. ഇനി 100 ആക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ 1000 ആലോചിച്ചു. അങ്ങനെ അങ്ങനെ മേലോട്ട് കയറിപ്പോ. അപ്പൊ 10 എന്തായാലും ആക്കാൻ പറ്റുന്നില്ല. അത് ഉറപ്പിച്ചല്ലോ. കാരണം 4 into 8, 4 into 3 12 ആണ്. 10ന്റെ മേലോട്ട് കയറി. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? 100 ആണ്. 4നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? 25 പറഞ്ഞു ഇല്ലേ? സോറി, 4നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് 100 കിട്ടുന്നത്? ആൻസർ എന്നോട് പറഞ്ഞു. എത്ര ആൻസർ? യെസ്, 25 ആണ്. 4 into 25 100 ആണ്. 25ന് 4 പ്രാവശ്യം വരുമ്പോൾ എന്താവും? 100 വരും. 25 25 50, 50 25 75 പ്ലസ് 25 100. അപ്പോൾ 4 into 25 എത്ര കിട്ടുന്നു? പക്ഷെ ഇവിടെ ഛേദത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? 25 ഗുണിക്കുമ്പോൾ അതേ സംഖ്യയുടെ തന്നെ അംശത്തിനെ ഗുണിക്കും, അല്ലെങ്കിൽ വാല്യൂ വ്യത്യാസം വരും. അപ്പൊ ഞാൻ 25 ഗുണിച്ചു, അതേ സംഖ്യയോട് തന്നെ അംശത്തിനെയും ഗുണിക്കണം. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായിരുന്നു? ഒന്നുകൂടെ പറയാം. 3/40 ആണ്. 3 ഞാൻ അങ്ങനെ തന്നെ എഴുതുകയാണ്, അത് മാറ്റുന്നില്ല. 40 ഞാൻ അങ്ങനെ എഴുതും. 4 into 10 എന്ന് എഴുതുകയാണ്. 4 into 10 എന്ന് എഴുതുകയാണ്. 4 into 10 എഴുതുമ്പോൾ ഇവിടെ ഞാൻ സ്പേസ് വിട്ടു. എന്തിനാ സ്പേസ് വിട്ടത്? ഒരു സംഖ്യ എഴുതാനുണ്ട്, അതേ സംഖ്യയോട് ഇവിടെയും ഗുണിക്കാനുണ്ട്. അപ്പൊ ഈ സംഖ്യയുടെ പ്രത്യേകത എന്താ? 4നെ ആ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10ന്റെ ഏതെങ്കിലും ഒരു പവർ കൃതി കിട്ടണം. 10 കിട്ടാത്തത് കൊണ്ട് നമ്മൾ അടുത്ത 100ലേക്ക് ആലോചിക്കുകയാണ്. അപ്പൊ 4 into 25 എന്താന്ന് മനസ്സിലായി? 100 എന്ന് മനസ്സിലായി. അപ്പൊ 25 നമ്മൾ അംശം കൊണ്ട് ഗുണിച്ചു. ക്ലിയർ ആണല്ലോ? ഛേദത്തിന് ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അതേ സംഖ്യയോട് നമ്മൾ എന്ത് ചെയ്യണം? അംശത്തിനെ ഗുണിക്കണം. സോ ഈ കണ്ടു 3 into 25 നമുക്കറിയാം എത്രയാ? 75. 25 3 പ്രാവശ്യം 75, 25 50 പ്ലസ് 25 75, 75 കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ഉള്ളത് 4 into 25, 4 into 25. അതറിയാലോ, 100 അല്ലേ? ഈ 100നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ വരിക? 100 into 10 എത്ര വരും? 1000 വരും. 4 into 25 100, 100 into 10 ഒരു 0 ഇട്ടാ പോരെ? ഒറ്റയുടെ സ്ഥാനം ഒരു 0 ഇട്ടാ പോരെ? 100ന്റെ ഒറ്റയുടെ സ്ഥാനം 0 കൊണ്ടിട്ടാ പോരെ? 100 കഴിഞ്ഞ 0 എത്ര കിട്ടുന്നു? 1000 കിട്ടും. അപ്പൊ 75/1000 ഇവിടെ പറയാം സാർ. ഇതാണ് ശരി ക്ലാസ്. 75/1000 എന്ന് പറയുമ്പോൾ 1000 എത്ര 0 ഉണ്ട്? എത്ര 0 ഉണ്ട്? 1 2 3 3 0 ഉണ്ട്. അപ്പൊ 3 സ്ഥാനം ബാക്കോട്ട് ചാടണം. ആര് ചാടണം? ഞാനല്ല, നിങ്ങളും അല്ല. ആര് ചാടണം? ഡെസിമല് ചാടണം. ഡെസിമലിനെ നമ്മൾ ചാടിക്കണം 3 സ്ഥാനം. അപ്പൊ 75 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് പോയിന്റ് വരിക. 1 2 പിന്നെ സംഖ്യയില്ല, നമ്മൾ 0 ഇടുന്നു. അപ്പൊ എന്താ ആൻസർ വരുന്നു? 0.075. അത് ഇവിടെ ഒരു 0 പ്രശ്നമല്ല, 0.075 പ്രശ്നം. ഇങ്ങനെ ഇട്ടാലും പ്രശ്നം. ഇതാണ് ആൻസർ. ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറയാം. 1000 എത്ര 0 ഉണ്ട്? 3 0. അപ്പൊ 3 സ്ഥാനം ബാക്കോട്ട് ചാടണം. അപ്പൊ 1 2 സ്ഥാനം ഇല്ലാത്തവണ്ണം നമ്മൾ എന്ത് ചേർക്കുന്നു? 0.075. അപ്പൊ ഈ പറഞ്ഞ 2 ക്വസ്റ്റൻ ഓക്കെ ആണല്ലോ. അപ്പൊ കൃത്യമായി ശ്രദ്ധിക്കുക. അഥവാ എന്തെങ്കിലും ക്ലിയർ ആകാത്തുണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ കണ്ടിട്ട് എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫോൺ ചെയ്ത് ചോദിക്കും. ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഇതേ ടൈപ്പ് ക്വസ്റ്റൻ തന്നെയാണ് നെക്സ്റ്റ് ഉള്ളത്. 13/4 ടെക്സ്റ്റ് തന്നെയുള്ള ക്വസ്റ്റൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 13/4, 13/40. അപ്പോൾ 40 നിങ്ങൾ മാറ്റി പഠിച്ചല്ലേ? അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്ത് തരാം. 13/40 എന്നതിനെ നമുക്ക് 4 into 10 എന്ന് എഴുതാം. ഇവിടെ എഴുതുന്ന നമ്പർ എന്തായിരിക്കും? നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു. എത്രയാ വരിക? യെസ് 25 ആണ്. അതേ 25 ഇവിടെ എഴുതിയാൽ മതി. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1000 തന്നെ വരും. 3 സ്ഥാനം ബാക്കോട്ട് ചാടിച്ചാൽ ഇത് നിങ്ങളത് വർക്കൗട്ട് ചെയ്യണം. വീഡിയോ ഒന്നും കൂടി കണ്ടിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ എക്സസൈസിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അതായത് ഒന്നാമത്തെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ എക്സസൈസിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് പറയുന്നത് 5 ക്വസ്റ്റ്യൻസ്.
ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ 5 ക്വസ്റ്റ്യൻസ്. അതിൽ ഞാൻ 2 പറഞ്ഞു, 3 പറഞ്ഞു, 4 നിങ്ങൾ സംസാരിച്ചു. ക്ലിയർ ആണല്ലോ? പ്രയാസമില്ലല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.